ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്ന പോലെ നെയ്യാറ്റിൻകരയിലെ കോടതി വിധിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച. എൻകൗണ്ടറും ചർച്ച ചെയ്ത ആ വിഷയം തന്നെയാണ്. ഏറ്റവും വധശിക്ഷ ലഭിക്കുന്ന പ്രായം കുറഞ്ഞ കുറ്റവാളിയായിട്ട് ഗ്രീഷ്മ മാറുകയാണ്. മാത്രമല്ല ഇന്ന് രാത്രി 10:30 മണിക്ക് അത് സംഭവിക്കുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം വരവ് നിങ്ങൾക്കറിയാം. അതേപോലെ കുറേ അധികം വാർത്തകൾ ഇന്ന് പ്രൈം ടൈമിൽ വരുന്നുണ്ട്. പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പ്രൈം ടൈം വിത്ത് SKN. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സർക്കാരിനെ വിമർശിച്ച് CPI സർവീസ് സംഘടന ജോയിന്റ് കൗൺസിൽ ഇന്ന് രംഗത്ത് വന്നു. ചീഫ് സെക്രട്ടറിക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടും ചർച്ചയ്ക്ക് വിളിക്കാത്തത് കൊണ്ടാണ് ഈ വിമർശനം ഉയർന്നത്. സർക്കാരിന് ജനാധിപത്യ മര്യാദയില്ലെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്ക് വിളിച്ചില്ല. നമ്മൾ ചീഫ് സെക്രട്ടറിക്കാണ് നോട്ടീസ് കൊടുത്തത്. സാധാരണ ഈ ഭരണ തലവൻ എന്ന രീതിയിൽ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുക്കാറുള്ളത്. ചീഫ് സെക്രട്ടറിയെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതാണ്. അതായിരുന്നു ജനാധിപത്യ മര്യാദ. ആ മര്യാദ ഗവൺമെൻറ് കാണിച്ചില്ല. അത് എന്തൊക്കെ അഭിമാന പ്രശ്നമെല്ലാം ഗവൺമെൻറ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും ഒരു സംഘടന പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ ആ സംഘടനയെ ചർച്ചയ്ക്ക് വിളിക്കുകയും അവർ പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ രീതിയാണ്. അത് സർക്കാർ പാലിച്ചില്ല എന്നുള്ള വിഷമം നമുക്കുണ്ട്. തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് തത്സമയം ചെന്ന്. ശ്രീജിത്ത്, ഹായ്. ശ്രീജിത്ത്, യഥാർത്ഥ ജോയിന്റ് കൗൺസിൽ ജയചന്ദ്രൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല സാധാരണഗതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ CPIക്കാർ അടക്കി പിടിച്ചേ പറയൂ. ഇത് ഉറക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തു പറ്റിയവർക്ക്? SKN മറ്റന്നാളാണ് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും പണിമുടക്കിന് ഈ നോട്ടീസ് നൽകിക്കൊണ്ട് ചീഫ് സെക്രട്ടറിയെ ജോയിന്റ് കൗൺസിൽ നേതാക്കൾ ജനുവരി 3 ഈ മാസം 3 കണ്ടിരുന്നു. സാധാരണ ഇത്തരത്തിൽ പണിമുടക്കിന് നോട്ടീസ് നൽകിയ സമരസംഘടനകളുമായി സർക്കാർ ചർച്ച നടത്താറുണ്ട്. ചർച്ചയിൽ അവരുടെ ഡിമാൻഡുകൾ പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കുകയും അങ്ങനെ ഒരു സമവായത്തിലെത്താനുള്ള ശ്രമം നടക്കാറുണ്ട്. എന്നാൽ ജനുവരി 3 ഈ ജോയിന്റ് കൗൺസിൽ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടും സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. മറിച്ച് അവരുടെ പണിമുടക്ക് ദിവസം ഡയസ്റ്റോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഉത്തരവിറക്കാനുണ്ടായത്. ഇതാണ് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിനെ സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണവും വിമർശനവുമായി രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചത്. സർക്കാരിന് ജനാധിപത്യ മര്യാദയില്ല എന്ന് ജോയിന്റ് കൗൺസിലിലെ ജനറൽ സെക്രട്ടറിയും CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായ ജയചന്ദ്രൻ കല്ലിങ്കൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് 24നോട്. മാത്രമല്ല ഇത്തരത്തിൽ ജനാധിപത്യ മര്യാദ പാലിക്കാത്തതിന് സർക്കാരിന് എന്തെങ്കിലും അഭിമാന പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇത്തരമൊരു പ്രതികരണം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല എന്നാണ് ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത്. മറ്റന്നാൾ ജോയിന്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള പണിമുടക്കുണ്ട്. ആ പണിമുടക്ക് ദിവസത്തിൻ്റെ പ്രതിപക്ഷ സംഘടനകളായ സെറ്റോയും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് സർക്കാരിനെ പ്രകോപിച്ചത്, ചർച്ചയ്ക്ക് വിളിക്കാത്തതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഡിസംബർ 10 വരുന്ന തീയതികളിലാണ് ഈ പണിമുടക്ക് പ്രഖ്യാപനം CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ രാപ്പകൽ സമരത്തിൽ പ്രഖ്യാപിച്ചത്. അതിങ്ങോട്ട് ഇത്രയും ദിവസമുണ്ടായിട്ടും അവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാത്തതാണ് CPI സംഘടനയെ കടുത്ത പ്രതികരണത്തിനും വിമർശനത്തിനും ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു ആർ ശ്രീജിത്ത്. നമ്മുടെ ഷാബി കുമേരി SKN, ഗുഡ് ഈവനിങ്. താങ്കൾക്ക് ഇന്ന് ലോട്ടറി വല്ലതും അടിച്ചോ? വലിയ സന്തോഷം മുഖത്ത്. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആകാൻ പറ്റും. ലോട്ടറി അടിച്ചില്ലെങ്കിലും നമ്മുടെ സന്തോഷം, അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാകും കേട്ടോ. ഷാനു പറയുന്നത് ഗുഡ് ഈവനിങ് SKN. നടന്നു വരുന്നത് കാണാൻ ഒരു 1.5 വരവാണ്. ഇനി രണ്ടാമത്തെ വരവുണ്ട്. ഇപ്പോൾ 1.5 ആയുള്ളൂ. ആരെയും കൂടെ നമുക്ക് കൂട്ടാം. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ഈവനിങ് പറഞ്ഞിരിക്കുന്നു. മല്ലൂസ്, മിനി ബാബു, അതുപോലെ വിൻസി, ഇവരെല്ലാം ഗുഡ് ഈവനിങ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം, നല്ല രാത്രി ഞാൻ നേരുകയാണ്. അനിൽ നായർ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഐ ആം എഗൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി എക്സെപ്റ്റ് ടെററിസം ആൻഡ് റേപ്പ് ഓർ സം സിവിയർ ഗിൽറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ വധശിക്ഷ വിധിക്കുന്നത് അദ്ദേഹം അനുകൂലിക്കുന്നില്ല. മാത്രമല്ല ഇത് അപൂർവമായ കേസല്ല ഈ നെയ്യാറ്റിൻകരയിലേത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതൊക്കെ ജഡ്ജി തീരുമാനിക്കുന്ന കാര്യമാണ്. ലോകത്തെല്ലായിടത്തും ഈ വധശിക്ഷയെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന കാലമാണ്. ചില ആളുകൾ കൊലയ്ക്ക് കൊലയല്ല പരിഹാരം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കേസുണ്ടായാൽ വധശിക്ഷ നൽകാൻ കഴിയും, കേസ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ നെയ്യാറ്റിൻകരയിൽ വന്ന വിധി നല്ല വിധിയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി അമേരിക്കയിൽ ഇനി ട്രംപ് യുഗം. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാത്രി 10:30 ഇന്ത്യൻ സമയം സത്യപ്രതിജ്ഞ ചെയ്യും.
ഈ രാത്രി 10:30 വാഷിങ്ടണിലെ US ക്യാപിറ്റോളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ലോകമാകാംക്ഷയോടെയാണ് ട്രംപിൻ്റെ ഈ രണ്ടാം വരവിനെ നോക്കിക്കാണുന്നത്. കാരണം അമേരിക്കയുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുമെന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെ പലരുടെയും ചുരികം ഉയരാൻ കാരണമാക്കിയിട്ടുണ്ട്. പുരികം സാമ്പത്തിക, സൈനിക, നയതന്ത്ര മേഖലകളിൽ എന്തും സംഭവിക്കാമെന്നത് സ്ഥിതിവിശേഷമാണ്. മാത്രമല്ല അമേരിക്കയുടെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ മറ്റു രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകും എന്ന് തീർച്ചയായിട്ടും രാജ്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാകും. രാത്രി 10:30 ക്യാപിറ്റോൾ ഹില്ലിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ന്യൂജേഴ്സിയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, യഥാർത്ഥത്തിൽ ഇന്ന് ലോകം വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എത്രമാത്രം വരെ ഉണ്ടാകും എന്നതാണ് നമുക്കറിയേണ്ട കാര്യം. മാത്രമല്ല പ്രവചനാതീതനായ ഒരു വ്യക്തിപ്രഭാവം കാത്തു സൂക്ഷിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇന്ന് 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. എങ്ങനെയായിരിക്കും അമേരിക്കയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക? അതുകൂടെ ആദ്യം പറഞ്ഞിട്ട് ഈ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ പറഞ്ഞതുപോലെ അമേരിക്ക മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരമേൽക്കുമ്പോൾ. കാര്യം അമേരിക്കയുടെ വിദേശ നയങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുവാൻ ഇനിയും ഏതാനും മിനിറ്റുകൾ മാത്രമാണുള്ളത്. ഇന്ത്യൻ സമയം 10:00 കൂടിയാണ് അധികാരം ഏറ്റെടുക്കുക. ഇന്ന് രാവിലെ സെയിന്റ് ജോൺസ് ചർച്ചിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ പത്നി മെലനിയ ട്രംപും പങ്കെടുത്തു. ഈ രാവിലെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുന്നേ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇങ്ങനെ ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. 1933 ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. എസ്കെനെ ഈ കിഴക്കൻ മേഖല മുഴുവൻ തണുത്ത് വറച്ച് കിടക്കുകയാണ്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പ്രത്യേകിച്ച് വാഷിങ്ടൺ DC. ഇത് വർഷങ്ങൾക്ക് ശേഷം, റെയ്ഗന്റെ കാലഘട്ടത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഈ ക്യാപിറ്റൽ റൊട്ടൻഡയിൽ വെച്ച് ഇത്തരം ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. തണുത്ത് വറച്ച് കിടക്കുകയാണെങ്കിലും ചൂടേറിയ ചില ഉത്തരവുകൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുവാനുള്ള 10 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പുവെക്കും. അതുപോലെ ക്യാപിറ്റോൾ ഹിൽ കലാപത്തിൽ പങ്കെടുത്തവരെ വിട്ടയക്കുന്ന, പൊതുമാപ്പ് നൽകുന്ന ഉത്തരവിലും ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ക്യാപിറ്റോൾ ഹിൽ മകുടത്തിന്റെ താഴെയുള്ള ക്യാപിറ്റോൾ റൊട്ടൻഡയിൽ ഏതാണ്ട് 600 പേർക്ക് മാത്രമാണ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1000 പേർക്ക് വരെ നിൽക്കാൻ പറ്റും. ഈ രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ കാണുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് സാങ്കേതിക രംഗത്തെ കമ്പനികളുടെ മേധാവികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളുടെ മുകേഷ് അംബാനിയും പത്നിയും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഇവരെല്ലാം ഈ ഇനാഗുറേഷൻ ചടങ്ങിനായിട്ട് ഏതാണ്ട് 7 അക്ക ചെക്ക് തന്നെ സംഭാവനയായിട്ട് ഡൊണാൾഡ് ട്രംപിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള ഒരു നയമാറ്റം അടുത്ത ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വരുന്ന 6 മാസങ്ങൾക്കുള്ളിൽ ചൈന സന്ദർശിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ചൈനയുടെ വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങിനെ അയച്ചിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നവരുണ്ട്. ഈ പ്രസിഡന്റ് റോബർട്ട് ക്ലീവ്ലൻഡ് 1885 രണ്ടാം തവണ തുടർച്ചയായിട്ടല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത്. ഇതിന് ശേഷം പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ എസ്കെനെ 2 ക്രെഡിറ്റോട് കൂടിയാണ് വരുന്നത്. ഈ ഹമാസ് വെടിനിർത്തൽ സാധിച്ചു. അതുപോലെ ടിക്ടോക്കിൽ നടത്തിയ നിരോധനം അത് മാറ്റുവാനുള്ള ഉത്തരവിലും ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്നാണ് പറയുന്നത്. എസ്കെനെ ഇന്ന് സുപ്രഭാതത്തിൽ അസാധാരണമായ ചില ഉത്തരവുകൾ ജോ ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായി. ജോ ബൈഡൻ പൊതുമാപ്പ് നൽകിയിരിക്കുകയാണ് ജോയിന്റ് ചീഫ് ആർമി ജനറൽ മാർക്ക് മില്ലിക്കും അതുപോലെ ഈ പകർച്ചവ്യാധി രംഗത്ത് കോവിഡിന്റെയൊക്കെ സമയത്ത് പ്രശസ്തനായിരുന്ന ഡോക്ടർ ആന്റണി ഫൗച്ചിക്കും. എസ്കെനെ JD വാൻസും ഉഷ ചിലുക്കുരി വാൻസും അല്പസമയം മുമ്പ് വൈറ്റ് ഹൗസിലെത്തി. അതുപോലെ ട്രംപും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉഷ ചിലുക്കുരി ആദ്യത്തെ ഏഷ്യൻ വംശജയാണ്. അത് മാത്രമല്ല ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ സെക്കൻഡ് ലേഡി ആയിരിക്കും അമേരിക്കയുടെ ചവിട്ടുപടി കയറുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമയം രാത്രി 10:30 മണിക്കാണ് വാഷിങ്ടൺ DC ക്യാപിറ്റോൾ ഹില്ലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിൻ്റെ തത്സമയം നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യും 24. അതേപോലെ 9:30 മണി മുതൽ PP ജെയിംസ്, മധു കൊട്ടാരക്കര, KR ഗോപികൃഷ്ണൻ, പ്രജൻസി കണ്ണൻ തുടങ്ങി നമ്മുടെ അതുപോലെ കൃഷ്ണ ചെറിയാൻ ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം അണിനിരക്കുന്നുണ്ട്. 9:30 മണി മുതൽ ലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര സംഭവം ജനങ്ങളിൽ അതിൻ്റെ ചൂടും ചൂരും ചോരാതെ എത്തിക്കാൻ വേണ്ടി ഈ പരിപാടി കഴിഞ്ഞാലുടൻ രാത്രി 9:30 മണിക്ക് നിങ്ങൾക്ക് 24 കാണാം. 10:30 മണി മുതൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തത്സമയം അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് സംപ്രേഷണം ചെയ്യും. അമ്മ മേരി ആൻ ട്രംപ് കൊടുത്ത ബൈബിളിൽ തൊട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുക. അമ്മയെക്കുറിച്ച് എല്ലായ്പ്പോഴും വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണ് ട്രംപ്.
വാത്സല്യനിധിയായിരുന്നു എന്റെ അമ്മ. ഞാൻ അമ്മയെ അത്രത്തോളം സ്നേഹിച്ചു. മാതൃദിനത്തിൽ അനുവദിച്ച അഭിമുഖത്തിൽ ട്രംപ് തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. അമ്മ എനിക്ക് നിറയെ സ്നേഹം നൽകി. അതുകൊണ്ട് എനിക്ക് തെറ്റു ചെയ്യാനാകുമായിരുന്നില്ല. ഞാൻ ഇന്നത്തെ ഞാനായത് എന്റെ അമ്മ കാരണമാണ്. അമ്മയുടെ മുമ്പിൽ ശരിയല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. അമ്മ എന്നിൽ വിശ്വസിച്ചു. നല്ല മാതാപിതാക്കൾ ഉണ്ടായതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ ഭാര്യ മെലാനിയ ട്രംപ് ബാരോൺ ട്രംപിന് സ്നേഹനിധിയായ അമ്മയാണ്. സ്കോട്ട്ലൻഡിൽ നിന്നും സഹോദരിമാർക്കൊപ്പമാണ് മേരി ആൻ ട്രംപ് അമേരിക്കയിലെത്തിയത്. 1930കളിൽ ഒരു പാർട്ടിയിൽ ഫ്രെഡ് ട്രംപിനെ കണ്ടുമുട്ടി. 1936 വിവാഹം കഴിച്ചതോടെ ട്രംപ് മേൽവിലാസമായി. ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അധികാരത്തിന്റെ പടി കയറുമ്പോൾ അമ്മയുടെ ഓർമ്മകളെ ചേർത്തുപിടിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അനുസരണയുള്ള അമ്മയുടെ സ്വന്തം മകനായി. ഇന്റർനാഷണൽ ഡെസ്ക് 24. മറ്റൊരു വാർത്തയിലേക്ക്. സൈബർ തട്ടിപ്പിന് ഇരയായെന്ന പരാതിയുമായി സീരിയൽ നടി അഞ്ജിത രംഗത്ത്. നർത്തകി രഞ്ജന ഗൗറിന്റെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തായിരുന്നു തട്ടിപ്പ്. അഞ്ജിത തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് പത്മശ്രീ രഞ്ജന ഗൗർ, അവരുമായിട്ട് ഞാൻ എപ്പോഴും ചാറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദ ബന്ധമുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ വിളിച്ച് സംസാരിക്കാറുള്ളവരൊന്നുമല്ല, നമ്മൾ ചാറ്റിങ്ങിലൂടെ സംസാരിക്കാറുള്ളവരാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ഇന്നലെ ഐ ആം അഷെയിംഡ് ഓഫ് യു ആസ്കിങ് എന്നും പറഞ്ഞുകൊണ്ട് മടിച്ചാ ചോദിക്കുന്നത്. എനിക്ക് അവരുടെ അക്കൗണ്ട് ഇപ്പം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു പേയ്മെൻറ്റ് ഞാൻ നടത്തി കൊടുക്കാമോ, അതായത് അവർ കൊടുക്കേണ്ട ഒരു പേയ്മെൻറ്റ് ഞാൻ കൊടുക്കാമോ, നാളെ വൈകുന്നേരം എനിക്ക് ആ പൈസ ഇങ്ങ് ഇട്ട് തരാമെന്നും പറഞ്ഞാണ് മെസ്സേജ്. അപ്പം ഞാൻ അവരെ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പക്ഷെ അവർ ഫോൺ എടുത്തില്ല. അപ്പോൾ എനിക്ക് തോന്നി പൈസ ചോദിക്കുന്നതേ ഒരു മടിയോടുകൂടെ, കാരണം അത്രയും വലിയൊരു പേഴ്സണാലിറ്റി അല്ലേ. ഇപ്പം നമ്മളോടൊക്കെ പൈസ ചോദിക്കുക എന്ന് പറയണതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവർ ചോദിക്കാത്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഏത് അക്കൗണ്ടിൽ അയച്ചു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു GPay നമ്പർ തന്നു. അപ്പം ഞാൻ ആ GPay നമ്പറിൽ അയച്ചു കൊടുത്തു. ആ GPay നമ്പറിൽ അയച്ചു കൊടുത്തപ്പം അവർ ഉടനെ ഒരു 10,000 കൂടെ തരാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നി. അത് മാത്രമല്ല, ഈ അക്കൗണ്ട് നമ്പർ GPay നമ്പർ ഇവരുടെ പേരിലല്ല ഉള്ളത്. അപ്പം ഞാനത് ചോദിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു, അല്ല അവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടവരുടെ നമ്പറാണിത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കതിനകത്ത് ഒരു സംശയം തോന്നിയില്ല എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കുന്നവരൊക്കെ ആണ് എങ്കിലും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഞ്ജിതയ്ക്ക് എന്ത് സംഭവിച്ചു? കുറച്ച് പൈസ പോയി എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പറയാ അജീഷ്, വിവരങ്ങൾ. SKN 10,000 രൂപ നഷ്ടമായെന്നാണ് നടി അഞ്ജിത പറയുന്നത്. സമാനമായി കോഴിക്കോട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തട്ടിപ്പ് നടന്നിരുന്നു. അത് AI ഉപയോഗിച്ച് വ്യാജമായി മുഖം ഉണ്ടാക്കിയതിന് ശേഷം വീഡിയോ കോളിലൂടെയായിരുന്നു പണം തട്ടിയത്. ഇന്ന് പക്ഷേ നേരെ മറിച്ചാണ്. അതായത് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് ആണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത്. അതായത് ഈ അഞ്ജിതയുടെ ഒരു പരിചയക്കാരി കൂടിയാണ് പ്രശസ്തയായ നർത്തകി രഞ്ജന കൗർ. അവരുമായി നിരന്തരം വാട്സപ്പിലൂടെ ആശയവിനിമയം നടത്താറുണ്ട്. ന്യൂ ഇയറിന് കൂടി വിഷസ് അയച്ചതാണ്. അതിനിടയ്ക്കാണ് ഈ രഞ്ജന കൗറിൻ്റെ യഥാർത്ഥ വാട്സപ്പിൽ നിന്ന് തന്നെ, അവർ സ്ഥിരമായി മെസ്സേജ് അയക്കുന്ന വാട്സപ്പിൽ നിന്ന് ഇങ്ങനെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തുന്നത്. അതായത് ഇങ്ങനെയാണ് അവർ പറയുന്നത്: പണം ചോദിക്കുന്നതിൽ നാണക്കേടുണ്ട്, പക്ഷെ തൻ്റെ അക്കൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങൾ, അതുകൊണ്ട് കുറച്ച് പണം അത്യാവശ്യമായിട്ട് വേണം, തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രശസ്തിയായ നർത്തകി പണം ചോദിച്ചത് കൊണ്ട് ഇവർ ആ നമ്പറിലേക്ക് വിളിച്ചാദ്യം തിരക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഫോൺ വിളിച്ചെങ്കിലും അവരെടുത്തില്ല. പക്ഷേ അപ്പോൾ ഇവർ കരുതിയത് അതൊരു പ്രശസ്തിയായ നർത്തകി ആയതുകൊണ്ട് താൻ പണം ചോദിക്കുന്നത് നാണക്കേട് കൊണ്ടായിരിക്കാം, നേരിട്ട് ചോദിക്കുന്നതിൻ്റെ നാണക്കേട് കൊണ്ടായിരിക്കാം ഫോൺ എടുക്കാത്തതെന്നാണ്. അങ്ങനെ ഇവർ ഈ പണം സംഘടിപ്പിക്കാൻ തുടങ്ങി. തൻ്റെ അച്ഛനിൽ നിന്നും 5,000 രൂപ വാങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും കൂടെ ചേർത്ത് ഇവർ പറഞ്ഞ മറ്റൊരു അക്കൗണ്ട് നമ്പറിലേക്ക്, ഒരു GPay നമ്പറിലേക്ക് 10,000 രൂപ അയച്ചു കൊടുത്തു. അതിനുശേഷം തൻ്റെയും വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ഇവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അവർ ഒരു പ്രത്യേക രീതിയിലൂടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ ഫോൺ നമ്പറിൽ
ഒരു OTP നമ്പർ വന്നു. ആ OTP നമ്പർ അവർ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അതും അയച്ചു കൊടുത്തു. പക്ഷേ ഇവർ പെട്ടെന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മെത്തേഡ് വഴി ആ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന നടപടി അത് ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ രഞ്ജന കൗർ തന്നെ തൻ്റെ വാട്സപ്പ് പിന്നീട് അത് തുറന്നു നോക്കിയ സമയത്താണ് ഇങ്ങനെ വാട്സപ്പിൽ നിന്ന് മെസ്സേജുകൾ പലർക്കും മെസ്സേജ് പോയ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ഈ അഞ്ജിതയെ ഫോൺ വിളിച്ച് ഇനി മറ്റാർക്കും പൈസ കൊടുക്കരുത്, തട്ടിപ്പാണെന്ന് പറയുകയും ചെയ്തു. ഉടൻ തന്നെ അഞ്ജന തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും 10,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. ഈ സൈബർ തട്ടിപ്പിൽ ഇരകളാകുന്നവരുടെ എണ്ണം ഇതേപോലെ നാൾക്കുനാൾ കൂടി വരുവാണ്. ഓരോ ദിവസവും പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ആളുകളിൽ നിന്ന് പണം കൈക്കലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. അഞ്ജിതയ്ക്കാണ് ഇപ്പോൾ 10,000 രൂപ നഷ്ടപ്പെട്ടത്. സൈബർ തട്ടിപ്പുകൾ ചില ആൾക്കാരൊന്നും പുറത്ത് പറയത്തുമില്ല. പറ്റിയ അബദ്ധം വെളിയിൽ പറയേണ്ട, ഇനി കയ്യിൽ നിന്ന് ഇത്രയും പൈസയല്ലേ പോയുള്ളൂ, മാനം കളയേണ്ടെന്ന് ചോദിച്ച് പറയാതിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നിങ്ങൾ ദയവേതും മാനം പോകുമെന്ന് ചോദിച്ച് പറയാതിരിക്കരുത്. സൈബർ സെല്ലിൽ അപ്പം തന്നെ പറയണം. നമ്മുടെ ഈ അഞ്ജിതയുടെ സൈബർ ആക്രമണം വഴി 10,000 രൂപ പോയെന്നുള്ള വാർത്ത പോയതിനു ശേഷം സജീവൻ വന്തമാക്കാൽ പറയുന്നു, SK ഞാൻ കൂലിപ്പണിക്കാരനാണ്, എന്നെപ്പോലുള്ള ഒരാൾക്കും തട്ടിപ്പിനിരയായി പൈസ പോകുന്നില്ല, വിദ്യാഭ്യാസമുള്ള ആളുകൾക്കല്ലേ പൈസ പോകുന്നത്, ഇവരുടെ അത്യാഗ്രഹമല്ലേ പണം പോകാൻ കാരണം? ഒരിക്കലുമല്ല. അവർ കുറച്ചുകൂടെ ഇപ്പോൾ ഈ അഞ്ജിത തന്നെ 10,000 രൂപ ഒരു പ്രശസ്ത ഡാൻസർക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഒരു മഹാമനസ്കത കൊണ്ട് അയച്ചതാണ്. നമ്മളത് ആ രീതിയിലേ കാണാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. KP മൊയ്തീൻ പറയുന്നു, ഇന്ന് എൻ്റെ നാട്ടിൽ ഒരു ബസ് അപകടം ഉണ്ടായി, വിവരം അറിയിക്കാൻ നമ്പറിലായിരുന്നു. എത്രയോ തവണ നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ കാണിച്ചിട്ടുണ്ട്, PCR ആ നമ്പർ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തോളുക. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൃശ്യങ്ങൾ അയക്കാം, നിങ്ങൾക്ക് വിളിച്ചു പറയാം, ഇത് ഇങ്ങനെ തലക്ക് ഇതെടുക്കാൻ ആളുണ്ടാകും. ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സംവദിക്കാനൊക്കെ സാഹചര്യമുണ്ട്. ഇതാണ് ആ വാട്സപ്പ് നമ്പർ. ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ ഒരുപാട് തവണ ഇന്യൂമറൽ ടൈംസ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞത് 6235968937 നിങ്ങൾക്ക് ദൃശ്യങ്ങൾ അയക്കാം, അതുപോലെ നിങ്ങൾക്ക് വോയിസും അയക്കാം. ഈ നമ്പറിൽ മതി. അപ്പോൾ ഇനി അടുത്ത വാർത്തയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ അപകടത്തിൻ്റെ വാർത്തയാണ്. ആറ്റിങ്ങൽ പൂവൻപാറയിൽ വാഹനാപകടം ഉണ്ടായി. അമിത വേഗത്തിൽ വന്ന ഒരു മാരുതി 800 നിരവധി വാഹനങ്ങൾ ഇടിച്ചു. ഒരു സ്ത്രീ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, എന്താണ് സംഭവിച്ചത്? അലക്സ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഗുഡ് ഈവനിങ്. SK 1 മണിക്കൂർ മുമ്പാണ് ഈ അപകടം നടന്നത്. ആറ്റിങ്ങൽ പൂവൻപാറയിലാണ്, പൂവൻപാറ പാലത്ത് വെച്ചാണ് ഈ അപകടം നടന്നത്. ദേശീയപാതയിലാണ്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഒരു വാഹനം, അത് അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു വാഹനം, അത് മാരുതി 800 ആണ് ആ വാഹനം VSCയുടെ ഒരു ബസ്സിലും അതുപോലെ മറ്റു ബൈക്കുകളിലുമായി ഏതാണ്ട് 4ഓളം വാഹനങ്ങളിൽ ഈ പാഞ്ഞെത്തിയ കാർ ഇടിച്ചു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത്. ഒരു സ്ത്രീക്കുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ളതാണ് അറിയുന്നത്. അതായത് കാര്യമായ രീതിയിൽ തന്നെ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളടക്കം ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടത്തെ തുടർന്ന് തന്നെ പൂവൻപാറയിൽ ഈ പാലത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആറ്റിങ്ങൽ പോലീസ് എത്തി മറ്റു കാര്യങ്ങൾ നിയന്ത്രിച്ചതിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ വാഹനം ഓടിച്ച വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള പരിശോധന നടത്തുമെന്ന് ആറ്റിങ്ങൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും പാഞ്ഞു വന്ന ഈ വാഹനം 4ഓളം വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. അതിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു സ്ത്രീക്കും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. ഓക്കെ, താങ്ക് യു. അലക്സ് റാമാണ് വിവരങ്ങൾ നൽകിയത്. നിർമ്മല രാജൻ പറഞ്ഞു എത്ര പുകഴ്ത്തിയാലും കാര്യമില്ല, SK മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല. ഞാൻ മെസ്സേജ് തീർച്ചയായിട്ടും വായിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, പട്ടമരത്തിന് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. പട്ടമരം എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, പട്ടമരം തന്നെ. ഇനി കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി. ചെള്ളക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ P. മോഹനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ. ശ്യാം, വിവരങ്ങൾ. SK കഴിഞ്ഞ ദിവസമാണ് കൂത്താട്ടുകുളത്തെ CPMന്റെ തന്നെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിനുശേഷം വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ കൗൺസിലറെ നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് മർദ്ദിച്ച കേസിൽ 4 കേസുകളാണ് പോലീസ് എടുത്തിരുന്നത്. അതിൽ മർദ്ദിച്ചു എന്ന കേസിലാണ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ അരുണിനെ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ ആദ്യത്തെ അറസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് രാത്രിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത്. നേരത്തെ ഈ കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ചവെച്ച് മൂവാറ്റുപുഴ DYSPയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നു. പകരം ആലുവ DYSPക്ക് അന്വേഷണം കൊടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കേസിലെ ആദ്യത്തെ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. പത്തനംതിട്ടയിലെ കാക്കാട്ടാറിൽ
ഇറങ്ങി രാജഗോപാലയെ വനപാലകർ പിടികൂടി. നിരവധി ആളുകൾ കുളിക്കാനും തുണി കഴുകാനും എത്തുന്ന കടവിൽ രാജഗോപാലയെ പിടികൂടി. ആദ്യ ദൃശ്യം ഇതാണ്. രാജഗോപാലെ രാജഗോപാല നീന്തുന്നുണ്ട്. രാജഗോപാല ഒഴുകി നടക്കുകയാണ്. ചെറിയൊരു കവറുമായിട്ട് വനപാലകർ അതിനെ കൂട്ടിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ഉയരുപോകുന്ന പ്രശ്നമാണ്. വെള്ളത്തിലല്ലേ ഉണ്ടോ വീഡിയോ എന്റെ മോന് ഉണ്ട്. ഇത് വല്ലാത്ത കാഴ്ചയാ. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചെന്നു. ശ്രീജിത്ത്, ഈ ദൃശ്യം കണ്ടാലും നമ്മൾ അമ്പരന്ന് പോവും. പറയൂ. റാപ്പിഡ് ആക്ഷൻ ടീം, വനപാലകരുടെ ആ ടീമാണ് ആ വെള്ളത്തിലിറങ്ങി, കക്കട്ടാറിലിറങ്ങി ആ രാജഗോപാലയെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. എന്തായാലും ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഭയം തോന്നും. കാരണം ഒരു 3 പേർ അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് രാജഗോപാല അതിന്റെ പത്തിയെല്ലാം വിടർത്തി ഈ വനപാലകർക്ക് നേരെ വരുന്ന ദൃശ്യങ്ങളാണ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ഇതിനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നീട് പിടിക്കാൻ കഴിഞ്ഞത്. ഈ കവറിനകത്തേക്ക് കയറിയിട്ടുണ്ട് ഈ രാജഗോപാല. സ്ഥിരമായ ആളുകൾ കുളിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കക്കട്ടാറിലെ ഈ കുളിക്കടവ്. ആ പുഴയിലെ ആ കടവിൽ ഇന്ന് ഉച്ചയോടുകൂടി സ്ത്രീകളൊക്കെ കുടിക്കാൻ എത്തിയിരുന്നു. അവരാണ് രാജഗോപാലയുടെ അനക്കം പ്രദേശത്ത് കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ രാജഗോപാലയാണ്, പാമ്പാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിച്ചു. വനപാലകർ എത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും വലിയ ശ്രമത്തിനൊടുവിൽ രാജഗോപാലയെ പിടികൂടിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ വനപാലകർ നൽകുന്ന വിവരം. അതിനുശേഷം അതിനെ വനത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോയി തുറന്നു വിട്ടിട്ടുമുണ്ട്. എന്തായാലും ഇത് ഇത്രയും ആവേശകരമായിട്ട് ഈ നദിയിലിറങ്ങി പിടിച്ച 3 പേരുടെ പേരുകൾ കൂടി പ്രസിദ്ധപ്പെടുത്തേണ്ടതായിരുന്നു. വീരേശ്വര പരാക്രമികളാണല്ലോ അവർ. ഓക്കെ, എന്തായാലും നന്നായി. ജനങ്ങളുടെ ഭീതി അകറ്റാൻ അവർക്ക് കഴിഞ്ഞല്ലോ, വനപാലകർക്ക്. സല്യൂട്ട് ടു വനപാലകർ. ഇനി നമ്മൾ ഇന്ന് വന്ന ഏറ്റവും വലിയ വിധി, ക്രൂരതയ്ക്ക് തൂക്കുകയർ. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിൻ്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 കൊല്ലം തടവും വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചു. വിധി പകർപ്പ് 24. ഗ്രീഷ്മ ഷാരോൺ രാജിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ടു പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോൺ രാജിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകവും നടത്തി. ജ്യൂസ് ചലഞ്ച് ദിവസം പാരസെറ്റമോൾ എങ്ങനെ വിഷമായി ഉപയോഗിക്കാമെന്ന് ഗ്രീഷ്മ 23 തവണ ഗൂഗിളിൽ തിരഞ്ഞു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ. എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഞങ്ങളുടെ മുന്നിൽ വളരെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം കോടതിയിൽ എത്തിക്കുന്നതിനും അത് കോടതിയെ മനസ്സിലാക്കിക്കുന്നതിനും ഞങ്ങൾക്ക് പ്രോസിക്യൂഷൻ സാധിച്ചു. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഒരു വിജയം കൂടി തന്നെ. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3-ാം പ്രതിയും
ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഷാരോൺ കേസിലെ തെളിവുകൾ സംരക്ഷിച്ചത് അദൃശ്യനായ ദൈവം. വിധി പ്രസ്താവം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കോടതി. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അതിലേക്ക് വഴി തെളിച്ചത്, വഴി നയിച്ചത് പോലീസും പ്രോസിക്യൂഷനും കാട്ടിയ നിതാന്ത ജാഗ്രതയാണ്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഷാരോൺ വധക്കേസിൽ തൂക്കുകയറി വിധിക്കപ്പെട്ടതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഗ്രീഷ്മ മാറി. അപൂർവമായ കേസുകളിൽ മാത്രം വിധിക്കപ്പെടുന്ന വധശിക്ഷ സ്ത്രീകൾക്ക് നൽകുന്നതും അത്യപൂർവമാണ്. സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 സ്ത്രീകൾക്കും ശിക്ഷ വിധിച്ചത് ഒരേ ന്യായാധിപൻ തന്നെ എന്നതും ശ്രദ്ധേയമായിരിക്കുന്നു. കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെടുന്നത് വിരളമാണ്. വധശിക്ഷ വിധിക്കപ്പെടുമെങ്കിലും നടപ്പിലാക്കാത്തതിനാൽ കേരളത്തിൽ ആരാച്ചാരില്ല. കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കഴുമരങ്ങളുള്ളത്. 39 പേരാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത്. ഇതിനു മുൻപ് കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയത് 1991-ലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി തൂക്കിലേറ്റിയത്. കേരളത്തിൽ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന വിധിന്യായം പുറപ്പെടുവിച്ചത്. മുൻ നിയമസഭാ സെക്രട്ടറിയായിരുന്നു എഴുത്തുകാരൻ കൂടിയായ AM ബഷീർ. ബഷീറിന്റെ വിധിന്യായത്തിലൂടെ വധശിക്ഷയിലേക്ക് പോകുന്ന 4ാമത്തെ വ്യക്തിയാണ് ഗ്രീഷ്മ. നിലവിൽ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത്. വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ ഗ്രീഷ്മ ആ കൂട്ടത്തിലെ 2ാം സ്ഥാനക്കാരിയായി, ഏറ്റവും പ്രായം കുറഞ്ഞയാളും. വിഴിഞ്ഞം മുല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന സ്ത്രീയെ സ്വർണ്ണാഭരണങ്ങൾക്കായി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും മകനും മകന്റെ സുഹൃത്തിനും വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ഈ കേസിലെ പ്രതിയായ റഫീഖ ബീവിയാണ് ഇപ്പോൾ കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഏക സ്ത്രീ. 1 വർഷം മുൻപ് നെയ്യാറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. കൊലപാതക ശേഷം മൃതദേഹം വാടക വീടിന്റെ തട്ടിൻപുറത്ത് ഒളിപ്പിക്കുകയായിരുന്നു. 1.5 പതിറ്റാണ്ടിന് ശേഷമായിരുന്നു വിചാരണ കോടതി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചത്. അമ്മയ്ക്കും മകനും തൂക്കുകയർ വിധിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യവും. ശാന്തകുമാരിയെ കൊലപ്പെടുത്തുന്നതിന് 1 വർഷം മുൻപ് 2021 ജാനുവരി 14 കോവളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളാണ്. ഇതും പരിഗണിച്ചാണ് കോടതി ആ കേസിൽ വിധി പ്രസ്താവിച്ചത്. റിസർച്ച് ഡെസ്ക് 24. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിനിടെ കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. മരണം വരെ തടവ് ശിക്ഷ അനുഭവിക്കണം. 50,000 രൂപ പിഴയും അടയ്ക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് സിയാൽദ വിചാരണ കോടതി വ്യക്തമാക്കി. നഷ്ടപരിഹാരമായി 17 ലക്ഷം രൂപ സർക്കാർ ഡോക്ടർ കുടുംബത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാര തുക തങ്ങൾ സ്വീകരിക്കില്ലെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു. മനസാക്ഷിയെ ഞെട്ടിച്ച കൊൽക്കത്ത ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് സഞ്ജയ് റോയ്ക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം സിയാൽദ വിചാരണ കോടതി തള്ളി. പ്രതി കുറ്റം ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായി ആവർത്തിച്ചെങ്കിലും പരമാവധി ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറായില്ല. കോടതി വിധിച്ച 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു. ശിക്ഷാവിധിയുടെ വാദത്തിനിടയിലും പ്രതി സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചു. തന്നെ പോലീസ് പെടുത്തിയതാണെന്നും ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രതി ആരോപിച്ചു. സമൂഹത്തിന് മുതൽക്കൂട്ടാൻ വേണ്ട ഡോക്ടറെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. സമൂഹത്തിന്റെ വിശ്വാസമാർജിക്കുന്നതിനും അതിശക്തമായ സന്ദേശം നൽകുന്നതിനും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBIയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിർഭയയ്ക്ക് ശേഷം രാജ്യം കണ്ട അതിക്രൂരമായ ബലാത്സംഗ കൊലപാതക കേസ്. പ്രതിക്ക് വധശിക്ഷ എന്ന മുറവിളി രാജ്യമെങ്ങും അലയടിച്ചിരുന്നു. വിധിയിലുള്ള നിരാശ ആരോഗ്യ പ്രവർത്തകർ പരസ്യമാക്കി കഴിഞ്ഞു. നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കൊച്ചി GCDയുടെ മുണ്ടംവേലിയിലെ ഫ്ളാറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. ഫ്ളാറ്റിൽ താമസിക്കുന്ന ശിവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ആഴ്ചയോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, വിശദാംശങ്ങൾ. ശ്യാം, കേൾക്കാനാവുമോ? എന്താണ് ശ്യാം, ഇദ്ദേഹത്തിന്റെ ശിവന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി ഈ മൃതദേഹം ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്
നിലവിൽ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം അവിടെ നിന്ന് ദുർഗന്ധം രൂക്ഷമായപ്പോഴാണ് തൊട്ടടുത്ത ഫ്ളാറ്റിലെ ആളുകൾ പോലും ഈ വിവരം തിരക്കുന്നത്. ഇതോടെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. GCDA നിർമ്മിച്ച് നൽകിയ ഫ്ളാറ്റാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് അഴുകിയ നിലയിലുള്ള ഈ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് ആളെ തിരിച്ചറിയുകയായിരുന്നു. ആ മുറിയിലുള്ള രേഖകൾ പരിശോധിച്ച് ശിവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. മറ്റു ബന്ധുക്കളൊന്നും ഇദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നില്ലായിരുന്നു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നിലവിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമാകും മരണകാരണം എങ്ങനെയെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. സൂരജ് സജീവ് തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. വിദ്യാർത്ഥികളെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ ഒളിവിലായിരുന്ന മണവാളൻ യൂട്യൂബർ പിടിയിലായി. കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. തൃശ്ശൂർ സിറ്റി ഷാഡോ പോലീസാണ് പിടികൂടിയത് ഇയാളെ. പ്രതിയെ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു. നേതൃമാറ്റത്തിലും പുനഃസംഘടനയിലും നേതാക്കളെ പ്രത്യേകം കണ്ട AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് അഭിപ്രായം തേടി. അതേസമയം KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷമുള്ള പതിവ് വാർത്താ സമ്മേളനം മാറ്റിയത് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നെന്ന് വാർത്തകൾ വരുന്നു. നേരത്തെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന പുനഃസംഘടനാ ചർച്ചകളിലാണ് ഹൈക്കമാൻഡ് കൂടി ഇടപെടുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമാണോ എന്നും നിലവിലെ നേതൃത്വവുമായി മുന്നോട്ട് പോയാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശക്തമായ പ്രകടനം നടത്താൻ കഴിയുമോ എന്നുമാണ് AICC അന്വേഷിക്കുന്നത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, ബെന്നി ബെഹനാൻ എന്നിവരുമായി ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവിനെയും ഉടൻ കാണും. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷമാണ് പുനഃസംഘടനാ ആലോചന ഹൈക്കമാൻഡ് ഗൗരവമായി എടുത്തത്. ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ പൂർണ്ണമായ ഐക്യത്തോടെ പെരുമാറണമെന്ന് സന്ദേശമുയർന്നിരുന്നു. ഇത് പ്രകടമാക്കാൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും സംയുക്തമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം എന്നാൽ നടന്നില്ല. ഇത് പാർട്ടിക്കുള്ളിലെ അനൈക്യം കാരണമെന്നാണ് സൂചന. ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം പാർട്ടിയിലെ അനൈക്യം കൂടുതൽ മറനീക്കി പുറത്തുവരുന്ന കാഴ്ചയാണ് കണ്ടത്. 24 തിരുവനന്തപുരം. ഗാന്ധിജിയുടെ വധത്തിൽ ജവഹർലാൽ നെഹ്റുവിന് പങ്കുണ്ട് എന്ന വിവാദ പരാമർശവുമായി കർണാടകയിൽ നിന്നുള്ള BJP MLA ബസനഗൌഡ പാട്ടീൽ യത്നാൽ. ഗാന്ധിജിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച 3 ബുള്ളറ്റിൽ ഒരെണ്ണം മാത്രമാണ് ഗോഡ്സെയുടെ തോക്കിൽ നിന്നുള്ളത്. ഇതിനർത്ഥം നെഹ്റു ഗാന്ധി വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണെന്നും ബസനഗൌഡ പാട്ടീൽ പറയുന്നു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഗീസ് വിശദാംശങ്ങളുമായി ചേരുന്നു. നാഥുറാം ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് ഒരു ബുള്ളറ്റ് മാത്രമേ പുറത്തു വന്നുള്ളൂ എന്നാണോ ഇദ്ദേഹത്തിൻ്റെ പക്ഷം? എന്താണ് ബസനഗൌഡ പാട്ടീൽ പറയുന്നത്? SKN വലിയ ഒരു വിവാദ പരാമർശമാണ് ഇപ്പോൾ BJP MLA നടത്തിയിരിക്കുന്നത്. നേരത്തെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് പല BJP നേതാക്കളും MLA-മാരും ഒക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്ര കടുത്ത ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. അത് BJP കർണാടക MLA ബസനഗൌഡ പാട്ടീൽ യത്നാലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഗാന്ധിജിയുടെ വധത്തിൽ നെഹ്റുവിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആരോപണം വന്നിരിക്കുന്നത്. ഗാന്ധിജിയുടെ ശരീരത്തിൽ നിന്നും 3 ബുള്ളറ്റുകൾ കണ്ടെടുത്തിരുന്നു. 3 ബുള്ളറ്റുകൾ കൊണ്ടാണ് ഗാന്ധിജി മരിക്കുന്നത്. എന്നാൽ അതിൽ ഒരെണ്ണം മാത്രമാണ് ഗോഡ്സെയുടെ തോക്കിൽ നിന്നുള്ളത്. മറ്റു 2 ബുള്ളറ്റുകൾ എവിടെ നിന്നു വന്നു എന്ന് അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് പറയുന്നത്. മറ്റ് 2 ബുള്ളറ്റുകൾ വരാൻ കാരണം നെഹ്റു ആണ്. നെഹ്റു ഗാന്ധിയെ വധിക്കാനായി പദ്ധതി ഇട്ടിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവിടെ അത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. അങ്ങനെയാണ് ഈ ഗാന്ധി മരിക്കുന്നത് എന്നുള്ള തരത്തിൽ വലിയൊരു വിവാദമുണ്ടാക്കുന്ന പരാമർശമാണ് ഇപ്പോൾ BJP MLA-യുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഈ കർണാടകയിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും അത്തരത്തിൽ ഗാന്ധി അനുസ്മരണവും ഒക്കെ നടന്നു വരുമ്പോഴാണ് കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനം ഇദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിനിടയിലാണ് ഗാന്ധി വധത്തിലും ഒപ്പം ഗാന്ധിയിലുമൊക്കെ ഊറ്റം കൊള്ളുന്ന വെറും വാചകങ്ങളിൽ മാത്രം ഊറ്റം കൊള്ളുന്നവരാണ് കോൺഗ്രസുകാരൻ എന്നുള്ളൊരു പരാമർശം നടത്തി ഇങ്ങനൊരു വിവാദ പരാമർശം ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ വിവാദ പരാമർശം കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നായിരുന്നു അന്നത്തെ 48 ഉണ്ടായിരുന്ന ഗാന്ധിജി വധം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവനയുമായി വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ എന്നറിയില്ല. എന്തായാലും ഈ പരാമർശം കൂടുതൽ വിവാദം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മലയാളം സർവകലാശാല താൽക്കാലികമായി അടച്ചിടും. 2 ദിവസം മുമ്പ് വനിതാ ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ക്യാമ്പസിലെ 2 ക്യാൻറ്റീനും പ്രവർത്തിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെയെന്നും കണ്ടെത്തി. ഇന്ന് തന്നെ ഹോസ്റ്റൽ ഒഴിയാൻ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല രജിസ്ട്രാർ നിർദ്ദേശം കൊടുത്തു. ഇനി വാൽകഷണം.
KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി കൂടുന്നില്ല എന്ന പരാതി അങ്ങോട്ട് തീർക്കാൻ രാഷ്ട്രീയകാര്യ സമിതി അങ്ങനെ കൂടി. പക്ഷേ കൂടിക്കഴിഞ്ഞപ്പോഴോ തർക്കവും കൂടി. അങ്ങനെയാണ് പലരും നൽകുന്ന വിവരങ്ങൾ. ഐക്യം വേണമെന്ന് ആദ്യം പറഞ്ഞത് ആര് എന്നതിനെ ചൊല്ലിയൊക്കെ തർക്കം നടന്നുവെന്ന രസകരമായ വിവരങ്ങൾ പുറത്തു വരുന്നു. തർക്കങ്ങൾ തീർക്കാൻ ചേർന്ന യോഗം കൂടുതൽ തർക്കത്തിന് വഴിവെച്ചാലോ? കാണാം. M. അഫ്സലിന്റെ വാൽകൃഷ്ണം. എന്താന്ന് മനസ്സിലായോ? KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി കൂടിയതത്രേ. ഒരു കൊല്ലം ഇത്തരെ ഇത് കൂടിയിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഐക്യം വേണമെന്ന് ചെന്നിത്തല എല്ലാവരും അത് ഏറ്റു പറഞ്ഞു. പിന്നെ അതായി തർക്കം. ഒരാൾ ഞാനാണ് ആദ്യം ഐക്യം വേണമെന്ന് പറഞ്ഞതെന്ന്, മറ്റൊരാൾ അതല്ല ഞാനാണ് ആദ്യം ഐക്യം വേണമെന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ തർക്കം തുടങ്ങി. ഒരു മര്യാദ വേണ്ടേ? ഒരു കാര്യം മിണ്ടിയ പ്രശ്നമാണ്. അത് ആദ്യം പറഞ്ഞത് ഞാനാന്നും പറഞ്ഞ് മറ്റൊരാൾ അത് ഏറ്റുപിടിക്കും. 25 കൊല്ലമായിട്ട് MLA-യും പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാണ് ഞാൻ. മുഖ്യമന്ത്രിയാവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ട. മുഖ്യമന്ത്രി ആവേണ്ട പൂതി പലർക്കും ഉണ്ടെങ്കിലും നമ്മളെ T. സിദ്ദീഖിന്റെ പേടി LDF ഇനി മൂന്നാമതൊരു തവണ കൂടെ വരുമോന്ന് മൂപ്പർക്ക് ഒരു പേടിയുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ കതറിട്ടിറങ്ങിയിട്ട് കാര്യമില്ല എന്നാണ് മൂപ്പരുടെ ലൈന്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കുവിയാല് അതിന് മുതലെടുക്കുന്നത് ആരാ? ഇനി ഒരൊറ്റ തവണ അധികാരത്തിൽ വന്ന കേരളം ബംഗാള് പോലെയാവും. താഴെ ഇറക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴുള്ള 21 സീറ്റിന്റെ കൂടെ ഒരു 63 കൂടെ പിടിക്കണം എന്നാണ് സതീഷ് ഏട്ടന്റെ സ്വപ്നം. സ്വപ്നം തരക്കടൊന്നുമില്ല. പക്ഷെ 63ന്റെ കണക്ക് എങ്ങനെ കിട്ടി? ഏത് മാനദണ്ഡത്തിൽ? ഇതൊക്കെയാണ് അനിൽകുമാറിന്റെ സംശയം. എങ്ങനെങ്കിലും ഒരു 100 സീറ്റിൻ്റെ അടുത്ത് ഒപ്പിക്കാൻ ഇങ്ങനെ സതീഷ് ഏട്ടൻ കണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇമ്മാതിരി സംശയം ചോദിച്ചാൽ ദേഷ്യം വരൂലേ? ദേഷ്യം വന്നു. പിന്നെ ഒരു രണ്ടാളും തമ്മിലായി തർക്കം. നിർത്ത്. അത് KC ഇടപെട്ട് തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മളെ ബെന്നിയേട്ടൻ ഈ കൂടിയിരിക്കൽ മാസാമാസം കൂടിയിരിക്കേണ്ടതാണ്, പക്ഷെ ഒരു കൊല്ലായി നമ്മളിങ്ങനെ ഇരുന്നിട്ട്. അപ്പോ ശനി ഞായറും നമുക്ക് നടത്താല്ലേ? പുറത്തെ തർക്കോ അടിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഉള്ളിൽ ഇങ്ങനെ കൂടിയിരിക്കാൻ? കൺവീനറെ, ഇതൊക്കെ പത്രക്കാരെയും TV-ക്കാരെയും വിളിച്ച് കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും. പേടിപ്പിക്കല്ലേ? എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെ. വേറൊരു രസം എന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആരാകുന്നുള്ളൊരു ചർച്ച ഇപ്പം തുടങ്ങാൻ കാരണം ചെന്നിത്തലയുടെ മതസാമുദായിക സംഘടനകളുടെ ഓരോ ഉദ്ഘാടനങ്ങൾക്ക് പോക്കും ആ ചർച്ചകളുമാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത പോലെ ഐക്യം വേണമെന്ന് പറഞ്ഞ് ചർച്ച തുടങ്ങിയത് ചെന്നിത്തല അത്രേ. ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്ക് തരാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. ബാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. എല്ലാവരും ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ ശൂരനാട് രാജശേഖരന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്നൊരാഗ്രഹം. മൂപ്പര് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് രണ്ടും കൽപ്പിച്ച്. പണ്ടൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവർത്തകർക്കൊക്കെ ഒരു അത്താണിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലാന്ന്. ഇപ്പോഴതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറയില്ലെന്ന്. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി കൂടിയതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. അവിടെ പോയിട്ട് ആരെങ്കിലും ഐക്യം വേണമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഞാനാണ് എന്ന് പറഞ്ഞ് അടി തുടങ്ങും. ഇങ്ങനെ പോയാൽ ഇവർ ഭരണം പിടിക്കുന്ന കാഴ്ച കാണാൻ നല്ല രസകരം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.